നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രതിക്കെതിരെ തെളിവുകളില്ലെന്നും മുൻവിധിയോടെയാണ് അന്വേഷണം നടന്നതെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. അത് ഹിയറിംഗ് കഴിഞ്ഞിട്ടാണ് വിധി പറയാൻ വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. നമ്മൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് അത് ഡെത്ത് പെനൽറ്റി തന്നെ കൊടുക്കണം. അയാൾ ഒരു റിഗാർഡ്സ് ഇല്ലാത്ത മനുഷ്യനാണ്. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റൻസസ് ആബ്സെൻ്റ് ആണ്. അഗ്രിവേറ്റഡ് സർക്കംസ്റ്റൻസസ് എല്ലാം ഉണ്ട്. അയാൾ ഇനിയും ചെയ്യും എന്നാണ് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്. ഈ പ്രതിഭാഗം പറയുന്നത് സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസാണ്, ദൃക്സാക്ഷികൾ ഇല്ലാത്തതുകൊണ്ട് ശരിയല്ല എന്നുള്ളതാണ്. അല്ല, അതിന് തടസ്സമൊന്നുമില്ല. കാരണം വധശിക്ഷയ്ക്കും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിനും വലിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നാലും അത് കോടതി അത് പരിഗണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ ആവശ്യപ്പെട്ടത് തുടക്കം തൊട്ട് ആവശ്യപ്പെടുന്നത് ഡെത്ത് പെനാൽറ്റി മാത്രമാണ്. ഇതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് നാളെ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് നടപ്പാക്കുക എന്ന് മാത്രം. അപ്പോൾ നാളെ ശിക്ഷാവിധി ഉണ്ടാവാൻ സാധ്യത? നാളെ സാധ്യതയില്ല. കാരണം നാളെ മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിലെ വാദങ്ങൾ വേണമെങ്കിൽ കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകണം. സലാമോ, ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്നാണ് നേരത്തെ കോടതി അറിയിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് അത് നാളേക്ക് മാറ്റിയത്? നൗഫല്, ഇന്ന് ഒരു ഭാഗത്തിനെയും വാദം കേൾക്കുകയാണ് കോടതി ചെയ്തത്. ശിക്ഷാവിധിയിലുള്ള വാദം കേൾക്കലാണ് നടന്നത്. ഇനി ചില സാങ്കേതിക നടപടികൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. അത് ഒന്ന് DLSC റിപ്പോർട്ടാണ്. ജില്ലാ നിയമസഹായ സമിതിയുടെ റിപ്പോർട്ട് കൂടി കോടതിക്ക് ലഭിക്കേണ്ടതുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ നാളേക്ക് മുമ്പായി കോടതിക്ക് കിട്ടും എന്നുള്ളതാണ് കോടതി പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പക്ഷേ ഈ സാങ്കേതിക നടപടികൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കോടതി ഈ കേസിൽ വിധി പറയുക. ഇന്ന് ഇരു വിഭാഗത്തിന്, അതായത് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദമാണ് കോടതി കേട്ടത്. നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞ ഡെത്ത് പെനൽറ്റി വേണമെന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ്. അതിന് കാരണമായി പറഞ്ഞത് ഇയാൾ ഒരു സാധ്യതയുണ്ട്. നേരത്തെ പ്രൊബേഷൻ ഓഫീസർ ജയിൽ സന്ദർശിക്കാതെയാണ് മാനസാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളണം. അതോടൊപ്പം തന്നെ പ്രതിക്ക് ഈ വയസ്സിന്റെ, അതായത് പ്രായാധിക്യമുള്ള ഒരാളാണ്, ആ ഒരു ആനുകൂല്യം കൂടി പ്രതിക്ക് നൽകണം. അത്തരത്തിലുള്ള ചില വാദങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കേസിലുള്ളത്. പ്രത്യക്ഷ തെളിവുകളൊന്നും തന്നെ ഈ കേസിലില്ല. പ്രതി കുറ്റം ചെയ്യുന്നത് കണ്ടതായി ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഡെത്ത് പെനൽറ്റി ഈ കേസിൽ വിധിക്കരുത്, പ്രതിക്ക് ശിക്ഷാ ഇളവ് വേണമെന്ന വാദമാണ് ഉയർത്തിയത്. അതുകൊണ്ട് മറ്റൊന്ന് റെസിഡ്യൂവൽ ഡൗട്ട്സ് എന്ന് പറയുന്നത്, ചില അവശേഷിക്കുന്ന സംശയങ്ങൾ ഈ കേസിലുണ്ട്. ആ സംശയങ്ങൾ കൂടി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാവകാശം പ്രതിക്ക് നൽകണം. കാരണം ഇപ്പോൾ തന്നെ ഡെത്ത് പെനൽറ്റി വിധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അപ്പീൽ പോകുന്നതിനടക്കം ചില പ്രയാസങ്ങൾ പ്രതിക്ക് നേരിടും. ആ രീതിയിലുള്ള മാനുഷിക പരിഗണന പ്രതിക്ക് നൽകിക്കൊണ്ട് ഈ കേസിൽ പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ഇരു വിഭാഗത്തിന്റെയും, പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ട കോടതിയെ മറ്റു ചില സാങ്കേതിക നടപടികൾ കൂടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നാളത്തേക്ക് കേസ് മാറ്റിവെക്കുകയാണ്. നാളെ പ്രതി ചെന്താമര നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ സാധ്യതയില്ല. ഒരു പക്ഷേ വീഡിയോ കോൺഫറൻസിലൂടെ ആയിരിക്കും കോടതിയിൽ ഹാജരാവുക. ഈ DLSC റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും കോടതി ഈ കേസിൽ ശിക്ഷ വിധിക്കുക എന്നുള്ളത് കൂടിയാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട വാദമാണ് നടന്നത്. പ്രധാനമായും പ്രതിഭാഗമാണ് കൂടുതൽ സമയമെടുത്ത് തങ്ങളുടെ പ്രതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ചെന്താമരയ്ക്ക് ശിക്ഷാ ഇളവ് വേണമെന്ന കാര്യങ്ങളിൽ ചില നിയമപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിക്ഷാ ഇളവ് വേണമെന്ന് കോടതിയിൽ വാദങ്ങൾ ഉയർത്തിയത്. എന്നാൽ പ്രോസിക്യൂഷൻ നേരത്തെ ഉയർത്തിയ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. പ്രോസിക്യൂഷൻ പറഞ്ഞത് വധശിക്ഷ, പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകേണ്ട കുറ്റകൃത്യമാണ് പ്രതി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യമാണ്